കഴമ്പില്ലെന്ന് മാത്രമല്ല, ഈ ഫാത്തിമ തെഹ്ലിയ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ UDF നേതൃത്വത്തെ മൊത്തത്തിൽ കൊണ്ടുപോയി കുഴിച്ചടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഈ വിവാദത്തിൽ നിന്ന് തലവരി രക്ഷപ്പെട്ടത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരും ഈ ഇലക്ഷൻ ഏജൻറ്റുമാരും കൂടി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇത് തുറന്നതെന്നുള്ളതിൻ്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളത് ആ സ്ട്രോങ് റൂമിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫാത്തിമ തെഹ്ലിയയുടെ വീഡിയോയും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഫാത്തിമ തെഹ്ലിയ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ UDF നേതൃത്വത്തിന് കൈമാറാതെ കൊണ്ട് സംഭവിച്ചൊരു ദുരന്തമാണ്. ശരിക്കും ഒരു ദുരന്തമായിട്ട് തന്നെ കാണണം. നമസ്കാരം. കഴിഞ്ഞൊരു 2 ആഴ്ചക്കിടയിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ ഈ സ്ട്രോങ് റൂം തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട 2 സ്ഥലത്ത് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പാലക്കാടും പിന്നെ കോഴിക്കോട് പേരാമ്പ്രയിലും. പാലക്കാട് തുറന്നില്ല, അതെ, തുറക്കാൻ ശ്രമം നടത്തി, പിന്നീട് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കോഴിക്കോടാണെങ്കിൽ പക്ഷേ കുറച്ചത് വിവാദമായ ഒരു കേസാണ് പേരാമ്പ്രയിൽ. അത് UDF അത് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്ന് അവസാനം കുഴിച്ചാടിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. ഫാത്തിമ തെഹ്ലിയ എന്നൊരു നേതാവിൻ്റെ അപക്വമായ അല്ലെങ്കിൽ ഉത്തരവാദിത്തമില്ലാത്ത കുറച്ച് സമീപനങ്ങളൊക്കെയാണ് നിലവിൽ ഇതിൽ വിഷയമായിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിൽ UDF ഉയർത്തിക്കൊണ്ട് വന്ന ഈ അട്ടിമറി അല്ലെങ്കിൽ തിരിമറി സാധ്യതകളൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ അതിൽ? കഴമ്പില്ലെന്ന് മാത്രമല്ല, ഈ ഫാത്തിമ തെഹ്ലിയ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ UDF നേതൃത്വത്തെ മൊത്തത്തിൽ കൊണ്ടുപോയി കുഴിച്ചടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഈ വിവാദത്തിൽ നിന്ന് തലവരി രക്ഷപ്പെട്ടത്. സ്ട്രോങ് റൂം അല്ല തുറന്നത്, മെറ്റീരിയൽ സൂക്ഷിച്ചിരുന്ന റൂമാണ് തുറന്നത്. അത് തുറക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നും ആരും അറിയാതെ പോയി തുറന്നു എന്നുള്ളതായിരുന്നു ഫാത്തിമ തെഹ്ലിയയുടെ, അതായത് പേരാമ്പ്രയിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തെഹ്ലിയയുടെ ആരോപണം. പക്ഷേ ഫാത്തിമ തെഹ്ലിയയുടെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരും ഈ ഇലക്ഷൻ ഏജൻറ്റുമാരും കൂടി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഇത് തുറന്നതെന്നുള്ളതിൻ്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളത് ആ സ്ട്രോങ് റൂമിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫാത്തിമ തെഹ്ലിയയുടെ വീഡിയോയും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ നേതാക്കന്മാരടക്കം, ഈ അവിടുത്തെ കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായ DCC അധ്യക്ഷനായ പ്രവീൺ കുമാർ അടക്കമുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങളുടെയും കൂടി സാന്നിധ്യത്തിലാണ് ഇത് തുറന്നതെന്നും അത് ഫാത്തിമ തെഹ്ലിയയുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് കൂടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ വിചിത്രമായൊരു സംഭവം. എന്തുകൊണ്ടാണ് ഇവർ ഇക്കാര്യം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് തുറന്നത് എന്ന് പറയാതിരുന്നത്, അല്ലെങ്കിൽ ഇത് തുറന്ന കാര്യം UDF നേതൃത്വത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാരെ ഇവർ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ളതാണ് ദുരൂഹത. ഒരുപക്ഷെ ഫാത്തിമ തെഹ്ലിയക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ജ്ഞാനമില്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ പരിഭ്രാന്തിയിൽ പോകേണ്ടതല്ലോ, സ്ഥാനാർത്ഥിയായിരുന്നു, അവർക്ക് അങ്ങനെ പരിഭ്രാന്തി ഉണ്ടാവേണ്ട കാര്യമില്ല. വോട്ടെണ്ണി തോറ്റുപോയ ദിവസമൊക്കെയാണ് പരിഭ്രാന്തി ഉണ്ടാവും, ഇത് വോട്ടെണ്ണിയിട്ടില്ലല്ലോ. മാത്രമല്ല, ഫാത്തിമ നേരത്തെ തന്നെ ആ മണ്ഡലത്തിൽ നിരവധി വിവാദങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം, അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, എതിരാളികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അവിടെ വർഗീയ പ്രചരണങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ആരോപണങ്ങളിൽ കടന്നു പോവുകയും നമ്മുടെ സ്റ്റേറ്റിലാകമാനം വളരെ ശ്രദ്ധേയമായ ഒരു ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി അവർ മാറുകയൊക്കെ ചെയ്തു. ഇപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും അത്ഭുതകരമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഇത്തവണ ഭാരവാഹിത്വത്തൊക്കെ ഒഴിഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇത്തവണത്തെ നേതാവ് അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഫാത്തിമ തെഹ്ലിയായിരുന്നു. അപ്പോൾ തീർച്ചയായും അവർ കുറച്ചും കൂടി ജാഗ്രതയോട് വേണം ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ. അവർ വെറുതെ MSF കാര്യമൊന്നുമല്ലല്ലോ, അവർ ശരിക്കും വക്കീലാണ്, അഡ്വക്കറ്റാണ്, നിയമവശങ്ങളൊക്കെ നന്നായി ധാരണയുള്ള ഒരാളാണ്. അപ്പോൾ തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി വേണം ഇടപെടാൻ. മാത്രമല്ല, സത്യം എന്താണെന്ന് കൃത്യമായി പറയാനുള്ള ഒരു ബാധ്യത കൂടിയുണ്ട്. കാരണം അവർ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ജനപ്രതിനിധിയായിട്ട് വരേണ്ട ആളാണ്, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളതാണ്, ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് മാറേണ്ടതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ UDF പ്രവർത്തകർക്കിടയിലൊക്കെ ഇത് തുറന്നു, അവരറിയാതെ തുറന്നു എന്നൊക്കെ പറയുമ്പം അവിടെ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു പ്രചരണങ്ങൾ നടന്നത്. പ്രത്യേകിച്ചിട്ടും മറ്റ് പല സ്ഥലങ്ങളിലും, ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വോട്ടിംഗ് മെഷീനിലൊക്കെ പിന്നീട് രാത്രിയിലൊക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട് വൻതോതിൽ അട്ടിമറി നടന്നു എന്നുള്ള വലിയ ആരോപണം ഇപ്പോൾ എയറിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. അപ്പം സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ അവരുടെ ചീഫ് ഏജൻറ്റോ ഒന്നും അറിയാതെ വളരെ രഹസ്യമായി വന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അത്
മറ്റ് CPM അല്ലെങ്കിൽ അങ്ങനെ ഭരണകക്ഷിയിലെ ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇത് തുറക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ MP ഇടപെട്ടു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രവീൺ കുമാർ ഇതിൽ വളരെ ശക്തമായി ഇടപെട്ടു. ഇത് ഫാത്തിമ തെഹ്ലിയ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ UDF നേതൃത്വത്തിന് കൈമാറാതെ കൊണ്ട് സംഭവിച്ചൊരു ദുരന്തമാണ്. ശരിക്കും ഒരു ദുരന്തമായിട്ട് തന്നെ കാണണം. കാരണം പിന്നീട് അത് വലിയ അപമതിപ്പിന് കാരണമാകുന്നൊരു സംഭവമാണ്. പ്രത്യേകിച്ചും വളർന്നു വരുന്ന നേതാക്കന്മാർക്കിടയിലൊക്കെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടിയാൽ വരും കാലത്ത് അവരൊക്കെ എന്തൊക്കെ അബദ്ധങ്ങൾ കാണിക്കും എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി, പ്രത്യേകിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷനെതിരെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി വേണം സ്ഥാനാർത്ഥിയും അവരുടെ നേതാക്കന്മാരും ഒക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊരു ജാഗ്രത ഈ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അവരൊരു ഒരു തമാശ പോലെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത് എന്നുള്ള നമ്മളിത് കാണുന്നത്. ഒരു അട്ടിമറി തിരിമറി സാധ്യത എന്നൊക്കെ പറയുന്നത് ചെറിയൊരു ആരോപണമല്ല സത്യം പറഞ്ഞാൽ. അട്ടിമറിക്കുക എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ നമുക്ക് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്താണ് ഈ മേഘം മോഡൽ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നേരെ വരിക, പരിഭ്രാന്തി പരത്തുക, ബൂത്ത് കയറുക, കൈയേറുക. ബാലറ്റ് പേപ്പറായിരുന്നു അന്ന് ബാലറ്റ് പേപ്പറിൽ അവർക്ക് ഈ ഏത് നേതാവാണോ ജയിക്കേണ്ടതെന്ന് അവർ നേരത്തെ തന്നെ തീരുമാനിക്കും. അവർ ബൂത്തുകൾ കൈയേറും, നേരെ കുത്തി ഇടുക. ആ സ്ഥാനാർത്ഥി പിന്നീട് വോട്ടെണ്ണുമ്പോൾ സമയത്ത് വിജയിച്ചായി പ്രഖ്യാപിക്കുക. ഇതായിരുന്നു. അവിടെ പല വോട്ടർമാർക്കും നേരിട്ട് വോട്ട് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. കേരളത്തിലും പല സ്ഥലങ്ങളിലും മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ കള്ള വോട്ട് ചെയ്യുക, ബൂത്ത് പിടിക്കുക, എതിരാളികളെ വോട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കാതിരിക്കുക, അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി ഇപ്പം ഏറെക്കുറെ സത്യസന്ധമായ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേണൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സമാധാനപരമായി ഇപ്പോൾ കേരളത്തിൽ നോക്കുക, അന്ന് വോട്ടിംഗ് ദിവസം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ അക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അക്രമങ്ങളൊന്നും ഇല്ലാതെ തന്നെ സമാധാനപരമായി വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് വളരെ നിരന്തരമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ലാണ്ട് കേരളത്തിലെല്ലാവരും സമാധാനപ്രിയരായതുകൊണ്ടൊന്നല്ല. പ്രത്യേകിച്ചിട്ടും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളൊക്കെ പൂർണ്ണമായും ഇല്ലാതാവുകയും പോലീസൊക്കെ വളരെ ജാഗ്രതയോടുകൂടി പെരുമാറുകയും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നിരീക്ഷകരും ഒക്കെ കൃത്യമായും സത്യസന്ധമായും വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ സമാധാനപരമായിട്ടൊക്കെ വോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഈ ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ഇടയിൽ പ്രതികരണങ്ങളുണ്ടായാലും വിശ്വാസം തകർക്കാനൊക്കെ കാരണമാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഫാത്തിമ തെഹ്ലിയ ഇത്തരത്തിലുള്ള ഈ വിഡ്ഢിത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം അസത്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഒരു കുറച്ച് ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇത് സഹായകരമായിട്ടുണ്ടാവും. പക്ഷേ തെഹ്ലിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ആളുകളും അത്ര മണ്ടന്മാരല്ല എന്നും മാത്രമല്ല നാട് നിറച്ചും ക്യാമറയും മറ്റ് എല്ലാം ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലൊക്കെ സത്യം പറയും. മനുഷ്യന്മാർ ആരും സത്യം പറഞ്ഞില്ലെങ്കിൽ പോലും ക്യാമറകൾ സത്യം പറയും എന്നുള്ള ഒരു സത്യമാണ് എന്ന് തെഹ്ലിയ തിരിച്ചറിയണം. ഈ ഒരു ആരോപണം വന്ന സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ പോളിംഗ് കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും കൃത്യമായ പോളിംഗ് ശതമാനമോ കണക്കുകളോ പുറത്തു വരാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം കൂടി വരുന്നത്. അപ്പോൾ ആളുകൾ സംശയിക്കാൻ കാരണം അതെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ചില പോരായ്മകളും വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. കേരളത്തിലെ ഇലക്ഷൻ കുറച്ചുകൂടി സമാധാനപരമായിട്ടാണ് നടത്തിയതെന്നും ഒരു അക്രമ സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ തന്നെ ഒരു സ്റ്റേറ്റിൽ ഇലക്ഷൻ നടത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോയത് എന്നുള്ളതാണ് നമ്മളിൽ കാണേണ്ടത്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്, അത് സ്ട്രോങ് റൂം അല്ല തുറന്നിരിക്കുന്നത്, വോട്ടിംഗ് മെഷീൻ അല്ല തുറന്നിരിക്കുന്നത്, മറ്റു മെറ്റീരിയലുകളൊക്കെ സൂക്ഷിച്ച റൂമാണ് തുറന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി വെച്ച് മറന്നുപോയി. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാവരുടെയും സമ്മതവും എല്ലാ ആളുകളുടെയും മുന്നിൽ നിന്നാണ്, വളരെ രഹസ്യമായി വന്ന് തുറന്നതല്ല. പിന്നീട് പാലക്കാട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അത് തുറക്കേണ്ടതില്ല. കാരണം ഒരു സംഭവം വിവാദമാവുകയും അത് ഇലക്ഷൻ കമ്മീഷനെ വലിയ ബാധ്യതയായി മാറിയതോടുകൂടിയാണ് അടുത്ത ഒരു സംഭവം വന്നപ്പോൾ അത് തുറക്കേണ്ടതില്ല, ഇനി ഇലക്ഷൻ വോട്ടെണ്ണതിന് ശേഷം എടുത്താൽ മതി, മെറ്റീരിയലൊക്കെ പലരും സംശയത്തിന്റെ ഒരു നിഴലിലാവും, തീർച്ചയായും നിഴലിലാവും. പക്ഷേ സംഭവിച്ചത് ഇത് ഈ അവരുടെ തെഹ്ലിയുടെ ചീഫ് ഏജന്റും ഒക്കെ എഴുതി ഒപ്പിട്ട രേഖകൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഹസ്ബൻഡും കൂടിയാണ്. അതെ. അപ്പോൾ അവരത് പുറത്തു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരു സംശയത്തിന്റെ നിഴലിലായിരുന്നു എന്നുള്ളത് അവർ കൃത്യതയോടുകൂടി അത് ആളുകളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്തരം സംശയങ്ങൾക്ക് ഒരു യാതൊരു തരത്തിലുള്ളൊരു ആശങ്കപ്പെടാനൊന്നുമില്ലെന്നും ഇത് വളരെ ചിലപ്പോൾ അവർ പറയാൻ മടിച്ചു പോയതന്നെ, അല്ലെ അവർ ചില ഒളിച്ചുവെക്കലിന്റെ ഭാഗമായി ഉണ്ടായൊരു സംഭവമാണ്, അല്ലാതെ ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്ന് അവർ കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു പരാജയം മണക്കുമ്പോൾ അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് എന്നൊരു ഫീൽ ഉണ്ടാക്കാനും കൂടി ആയിരിക്കുമോ? അല്ല, തെരഞ്ഞെടുപ്പിൽ പല രീതിയിലായിരിക്കുമല്ലോ. തീർച്ചയായും നമ്മൾ പരാജയപ്പെടുന്ന സമയത്ത് നമുക്കറിയാം പലരും തെരഞ്ഞെടുപ്പ് കേസിന് പോകാറുണ്ട്.
അവിടെ കൃത്രിമം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ കള്ളവോട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേസിന് പോകാറുണ്ട്. പലപ്പോഴും ആ കേസൊക്കെ പിന്നീട് തള്ളിപ്പോകാനാണ് സാധ്യത. പല സ്ഥലങ്ങളിലും അങ്ങനെ കേസുകളുണ്ട്. ഇപ്പം നമ്മുടെ ഓർമ്മയിൽ തന്നെ നിരവധിയായ കേസുകളുണ്ട്. അതിൽ കേസ് നടത്തി രക്ഷപ്പെട്ടത് കെ സുധാകരനും അന്ന് ഒ ഭരതനും തമ്മിൽ. അന്ന് എടക്കാട് മണ്ഡലത്തിൽ ഇതുപോലെ വ്യാപകമായി കള്ളവോട്ട് നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സുധാകരൻ കേസിന് പോവുകയും ആദ്യം സുധാകരൻ അനുകൂലമായി വിധിയുണ്ടാവുകയും അദ്ദേഹം സാക്ഷികളെ ഹാജരാക്കുകയൊക്കെ ചെയ്തു. ഒ ഭരതൻ്റെ MLA ആയിരുന്നു. ഒ ഭരതൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും പകരം കെ സുധാകരൻ വിജയിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സുധാകരൻ ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുന്നത്. അപ്പോൾ നിയമസഭയിൽ അങ്ങനെ എത്തിയ വളരെ ചുരുക്കം ചില ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസൊക്കെ നമുക്കറിയാം. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദീർഘകാലം, ഏതാണ്ട് 4 വർഷത്തിലേറെ കാലം സുരാജ് കേസുമായി പോയി. പക്ഷേ അത് ഒരിക്കലും റദ്ദാക്കിയില്ല. സുരാജിന് വീണ്ടും MLA ആവാനും പറ്റിയില്ല. കെ ബാബു തുടരുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഇപ്പം വോട്ടിന് പണം കൊടുത്തു എന്ന് പറഞ്ഞുള്ള ആരോപണം പോലെയല്ല. ഈ വോട്ടിന് പണം കൊടുത്തു എന്ന് പറയുന്ന ആരോപണം ഗുരുതരമാണ്. ഇപ്പം പാലക്കാടൊക്കെ അത് ഉയർന്നിട്ടുണ്ട്, കുട്ടനാട്ടിൽ ഉയർന്നിട്ടുണ്ട്. എലക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ വലിയ കുറ്റകരമായ ഒരു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ളൊരു നീക്കമായിട്ട് അതിനെ കണക്കാക്കും. വിലക്ക് വരും. 6 വർഷത്തേക്കൊക്കെ ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ തഹ്ലിയ നടത്തിയത് മറ്റൊരു തരത്തിലുള്ളൊരു പ്രചരണ തന്ത്രമാണ്. അവർക്ക് ഒന്നുകിൽ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് അവർക്കൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ. ജെൻസി വോട്ടുകൾ കൊണ്ട് ജയിക്കുന്ന പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ്. ജെൻസി വോട്ടുകൾ കൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കില്ല. അല്ല, അത് അവിടെയൊക്കെയാണ് അവരുടെ നാട്ടിൽ. ഈ പേരാമ്പ്ര എന്ന് പറയുന്നത് നല്ല ശക്തമായ മത്സരം ഇത്തവണ നടന്നിട്ടുണ്ട്. CPM-ന് വളരെ സ്വാധീനമൊക്കെ, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. മാത്രമല്ല LDF-ന് കൺവീനർ TP രാമകൃഷ്ണനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹം 2 തവണ അവിടെ MLA ആണ്. 3-ാം തവണയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. നേരത്തെ മന്ത്രിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വലിയ ജനസ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷേ അത് വിചാരിച്ച അവർ ഇപ്പം TP രാമകൃഷ്ണൻ തന്നെ ജയിക്കുമെന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും തോറ്റതിനൊരു കാരണം വേണമെങ്കിൽ തഹ്ലിയക്ക് പറയാം, അവിടെ ചില അട്ടിമറി നടന്നു എന്ന്, അതിനൊക്കെ ആയിരിക്കും. പക്ഷേ അത് പാളിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം.